ആ ഹലോ മമ്മി. ആ സുഖം മമ്മി. അവിടെ പപ്പയും ചേച്ചിയൊക്കെ എന്ത് പറയുന്നു? ഇല്ല, ഇന്ന് രാവിലെ എഴുന്നേറ്റ് ഇപ്പോൾ ലേറ്റായി പോയി. അതാണ് പള്ളി പോകാൻ പറ്റിയില്ല. പിന്നെ വൈകിട്ട് പോകാമെന്ന് വെച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ഡ്യൂട്ടി ഉണ്ട്. അപ്പോൾ ഞാൻ ഡ്യൂട്ടിക്ക് പോവാ. സാധാരണ ഞാൻ എല്ലാ ഞായറാഴ്ചയും പള്ളി പോകുന്നല്ലേ അമ്മേ. അപ്പോൾ ഈ ആഴ്ച എനിക്ക് ഡ്യൂട്ടി ഉള്ളതുകൊണ്ടല്ലേ ഞാൻ പോവാത്തത്. മമ്മി വെച്ചോ, എനിക്ക് കമ്പനിയിൽ ഒരു കോൾ വരുന്നുണ്ട്. ഞാൻ പിന്നെ വിളിക്കാം. എടാ എല്ലാം സെറ്റല്ലേ? ഞാൻ വന്നുകൊണ്ടിരിക്കണ്ട. എൻ്റെ 2 ബീർ അങ്ങോട്ട് മാറ്റി തരട്ടാ. ആരെ ജിക്കുൻ നമ്പറാ? ഒരു മിനിറ്റ്, ഞാൻ വണ്ടി സൈഡ് ആയിക്കോട്ടെ. പക്ഷെ കുറച്ച് നേരമായി വണ്ടി നോക്കി നിൽക്കുന്നു. ബസ്സൊന്നും നിർത്തുന്നില്ല. പള്ളി വരെ ഒരു ലിഫ്റ്റ് തരാൻ പറ്റുമോ? ഓക്കെ. എൻ്റെ ഈ ജോലി തിരക്ക് കാരണം സാധാരണ സമയത്ത് എനിക്ക് പള്ളിയിൽ വരാൻ സാധിക്കാറില്ല. ഇന്നാണെങ്കിൽ പതിവ് കൂടുതൽ തിരക്ക്. ഒരുപാട് ലേറ്റായി. കുറച്ച് നേരമെങ്കിലും മനസ്സമാധാനത്തോടെ പ്രാർത്ഥിക്കാനാണ് പള്ളി വരാറ്. നമ്മൾ എത്തുമ്പോഴത്തേക്കും പള്ളി അടച്ചു പോകുമെന്നുള്ളൊരു ടെൻഷനാണ് എനിക്ക്. ടെൻഷനൊന്നും വേണ്ട, നമുക്ക് കറക്റ്റ് സമയത്ത് എത്താന്നേ. മാഷിനൊക്കെ എന്ത് ഭാഗ്യ. സ്വന്തം വണ്ടിയും നല്ല ജോലിയും ഒരുപാട് സമയമൊക്കെ ഉണ്ടല്ലോ. എപ്പോൾ വേണേൽ പള്ളിയിൽ പോവുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യാം. എൻ്റെ ഒന്നും സാഹചര്യം അതുപോലെ അല്ല. ഇതിൻ്റെയൊക്കെ ഒരു അനുഗ്രഹമായിരിക്കുമല്ലേ ഈ നല്ല ലൈഫ്. നമുക്ക് ഒരുമിച്ച് പോയി പ്രാർത്ഥിച്ചാലോ? അയ്യോ, പള്ളി അടച്ചു പോയല്ലോ. ഇനിയിപ്പോ എന്ത് ചെയ്യും? സാരമില്ല, നമുക്ക് അടുത്ത ആഴ്ച വരാം. എന്ത് പറ്റി ഇവിടെ നിൽക്കുന്നത്? ഞങ്ങൾ പള്ളി വന്നു പ്രാർത്ഥിക്കാനായിട്ടേ, പക്ഷെ പള്ളി അടച്ചു പോയി. ഈ സമയമാകുമ്പോഴത്തേക്ക് പള്ളി അടക്കുക. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? പോയിട്ട് ഇനി അടുത്ത ആഴ്ച വരാം. ഞങ്ങളെ ഒരു പ്രാർത്ഥനാ കൂട്ടായ്മയ്ക്ക്, ജിസുവിൻ്റെ ഒരു പ്രാർത്ഥനാ കൂട്ടായ്മയ്ക്ക് പോകാൻ നിൽക്കുക. നിങ്ങൾ വരുന്നോ? എന്ത് പറയുന്നു? പോയാലോ? എങ്കിൽ പോയേക്കാം. ഈ യാത്ര ഞങ്ങളുടെ ജീവിതത്തിലെ ഒരു പുതിയ തുടക്കമാണ്. ഇതുവരെ അറിഞ്ഞിട്ടില്ലാത്ത, അറിയാൻ വൈകിയ ഒരു കൂട്ടായ്മയിലേക്ക്, ജീസസ് യൂത്ത് കൂട്ടായ്മയിലേക്ക്. പരിശുദ്ധ അമ്മയുടെ വാത്സല്യത്തണലിൽ എപ്പോഴും ഒത്തുകൂടുന്ന ഈ കൂട്ടായ്മ ഒരു ക്രിസ്ത്യൻ യുവത്വം ഉൾക്കൊള്ളേണ്ട 6 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കി തന്നത്. ദിശമാരെ സഞ്ചരിച്ച എൻ്റെ ജീവിതത്തിലേക്ക്
ദൈവകാരണത്തിൻ്റെ വെളിച്ചം പകർന്നേക്കിയ പോലെ മറ്റുള്ളവരുടെ ജീവിതത്തിലേക്കും അവ പകർന്നേക്കുക എന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണെന്നും അതുപോലെ തന്നെ ദൈവത്തോട് ചേർന്നുള്ള വ്യക്തിഗത പ്രാർത്ഥനകളും ദൈവജനത്തിലുള്ള അടിയുറച്ച ആശ്രയവും കൂദാശകളിൽ അധിഷ്ഠിതമായുള്ള ജീവിതവും നമ്മളിൽ അത്ഭുതകരമായ മാറ്റം കൊണ്ടുവരുമെന്ന് ഈ കൂട്ടായ്മയിലൂടെ ഞങ്ങൾ തിരിച്ചറിഞ്ഞു. നമ്മുടെ ഏതൊരവസ്ഥയിലും സഹജീവികളോടുള്ള സഹാനുഭൂതിയും കരുണയും വച്ചു പുലർത്തേണ്ട ആവശ്യകത എന്താണെന്നും സന്തോഷപ്രദവും ആനന്ദകരവുമായ സുഹൃത്ത് ബന്ധങ്ങളുമായി നമ്മുടെ ജീവിതം ഏറ്റവും ഭംഗിയുള്ളതും സൗന്ദര്യമുള്ളതുമാക്കി തീർക്കാൻ ജീസസ് യൂത്ത് ഞങ്ങളെ പഠിപ്പിച്ചു. പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളും ദാനങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് വിശുദ്ധിയും സന്തോഷവും നന്മയും നിറഞ്ഞ ഒരു ജീവിതം നയിക്കാൻ ഞങ്ങൾ തുടങ്ങി. നമ്മെ ഓരോരുത്തരെയും കുറിച്ചുള്ള നാഥൻ്റെ ഹൃദയദാഹത്തിന് പ്രത്യുത്തരമേകാൻ ഇനി നിങ്ങളുടെ അവസരമാണ്.